പുതിയ IT നയം ഉടൻ പുറത്തിറക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. 99.5 കോടി സ്റ്റാർട്ടപ്പ് മിഷന് ബജറ്റിൽ വകയിരുത്തിയിട്ടുമുണ്ട്. സാർ, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി 99.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 3 പുതിയ പദ്ധതികളും വരുന്നു. സാർ, കേരള സംസ്ഥാനം പുതിയ AVGC XR നയം പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ IT നയവും ഉടൻ പുറത്തിറക്കും. ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് 27.81 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് ഊർജ്ജം നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് കൊച്ചി സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ പറയുന്നു. ജെവിൻ ടുട്ടു അവരോട് സംസാരിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് മിഷനിലാണ്. ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ വികസനത്തിന് വേണ്ടി 99 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ ഒക്കെയാണ് എനിക്കൊപ്പം ഉള്ളത്. ഇതിൽ പ്രധാനമായും ചോദിക്കേണ്ടത് സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രൊജക്ട് ഡയറക്ടറോട് കൂടിയാണ്. ഇത്തവണത്തെ ബജറ്റ് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ബജറ്റ് പരിഗണിച്ച് നോക്കുമ്പോൾ എന്താണ് ഇതിലൊരു വ്യത്യസ്തത തോന്നുന്നത്? സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 10 വർഷം വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റിനെയും കാണേണ്ടത്. 100 കോടിയോളം അടുത്ത് നമുക്ക് ധനവിഹിതം അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം AVGC സെക്ടർ എന്നുള്ളതിന് ഒരു പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. അതുകൂടാണ്ട് എമർജിംഗ് ടെക്നോളജീനെയും നമ്മൾ പ്രാധാന്യത്തോടുകൂടി കാണുന്നുണ്ട്. AVGC സെക്ടറിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ക്രിയേറ്റീവ് ടെക് ഇൻക്യുബേറ്റർ നമ്മുടെ കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് ഇന്ന് തീരുമാനമായിട്ടുണ്ട്, ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നമ്മുടെ ക്രിയേറ്റീവ് ഇക്കോണമിയെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മികച്ച തുടക്കമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഡെൻസിലെ നേരത്തെ മാധ്യമപ്രവർത്തനം കൂടിയാണ്, ഇപ്പം സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. എങ്ങനെ കാണുന്നു? ഇപ്പോ ബജറ്റിൽ എൻവിഷൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ സെക്ടറിനെ വലിയ തോതിൽ, ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയെ വലിയ തോതിൽ സഹായിക്കുന്നതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ കിട്ടുന്ന ഇൻഫർമേഷൻസ്, എല്ലാ ഇൻഫർമേഷൻസും വന്നിട്ടില്ല. എന്നാൽ പോലും GPU ക്ലസ്റ്റർ തുടങ്ങാനായിട്ട് 10 കോടി രൂപ മാറ്റിവെച്ചു എന്ന് പറയുന്നത് AI മേഖലയിൽ പ്രവർത്തിക്കുന്ന, AVGC മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കൊക്കെ വലിയ പ്രോത്സാഹനമാവും. കുറച്ചുകൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത്ര ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ഇത് തന്നെ വലിയ പോസിബിലിറ്റിയാണ്. ഇവിടെ സ്ഥാപിക്കാൻ പോകുന്ന കൾച്ചറൽ ഇൻക്യുബേറ്റർ, കൊച്ചിയിൽ സ്ഥാപിക്കുമെന്ന് അനൗൺസ് ചെയ്തിട്ടുള്ള കൾച്ചറൽ ഇൻക്യുബേറ്ററും ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക തരുന്ന കാര്യങ്ങളാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജലഗതാഗതത്തിന് കുറച്ചുകൂടെ അഭികാമ്യമാവുന്നതാണ്. പക്ഷേ ബജറ്റിൽ കുറച്ചുകൂടെ ഇനി വരാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനെ പ്രോത്സാഹിപ്പിക്കും. 2 കാര്യങ്ങളാണ് ഈ ബഡ്ജറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഒന്ന് വെസ്റ്റ് കോസ്റ്റ് കനാൽ. അപ്പം ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു സാധനം ബേക്കൽ മുതൽ കോവളം വരെയുള്ള, അപ്പൊ അത് കണ്ടിന്യൂവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ ഇൻലൻഡ് ട്രാൻസ്പോർട്ട് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ വിഴിഞ്ഞം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് സീ ഗോയിങ് വെസൽസിന്, ഇത് രണ്ടുമാണ് ഇൻഫ്രാസ്ട്രക്ചർ സൈഡ്. പിന്നെ ആക്ച്വൽ ബോട്ടിന്റെ ഇതിന് തന്നെ ഇപ്പൊ കൊച്ചി മെട്രോ എക്സ്പാൻഷനും അതേപോലെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എക്സ്പാൻഷൻ എല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിയുന്നതും സോളാർ ഇലക്ട്രിക് ബോട്ടിലേക്ക് ആവും എന്നാണ് നമ്മുടെയും പ്രതീക്ഷ. പിന്നെ ഒരു കാർഗോ സബ്സിഡി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അത് സെന്ററായിട്ട് രണ്ടുപേരും ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ കാർഗോ ട്രാൻസ്പോർട്ടും, അപ്പോൾ ഇത് മൊത്തത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടും അതുപോലെ കാർഗോ രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ്. അതായത് ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ ബഡ്ജറ്റിൽ വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ദീപു, ഈ സാപ്പി അതൊക്കെ നിങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്ന 99 കോടി രൂപ നേരത്തെയും സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി സർക്കാർ കാര്യമായിട്ട് ബജറ്റിൽ ചെലവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ഒരു 2018-19 വെറും 1000-ൽ പരം സ്റ്റാർട്ടപ്പാണ് നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 7500-ൽ പരം ഉണ്ട്. അപ്പൊ അത് തന്നെ കാണിക്കുന്നത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഇന്റർവെൻഷൻ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇക്കോസിസ്റ്റം ഡെവലപ്പ് ആയത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ഒരു 6-7 വർഷമായിട്ട് AI സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഡെൻസിലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ AI മിഷന്റെ ഭാഗമായിട്ടും മൾട്ടിപ്പിൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ AI ആപ്ലിക്കേഷൻസിന്റെ അഡോപ്ഷൻസിനെയും അപ്സ്കില്ലിങ്ങിനെയൊക്കെ ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ 10 കോടി രൂപ പരം GPU ക്ലസ്റ്റേഴ്സിനായിട്ടും പിന്നെ മൊത്തം 99 കോടി രൂപ സ്റ്റാർട്ടപ്പ് മിഷന് വന്നത് നമ്മൾ പോസിറ്റീവായിട്ടാണ് നോക്കി കാണുന്നത്. ആതിരയും അതിലും ഒക്കെ ഇവിടെയുള്ള യുവ സംരംഭകരാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പുതിയ കാര്യങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിക്കാനും ഒക്കെ പറയാനുണ്ടാവും. ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് സ്റ്റാർട്ടപ്പ് ആണ്. സോ ഐ തിങ്ക് ഈ പ്രാവശ്യം അത്യാവശ്യം അലോട്ട്മെന്റ് ഉണ്ട്. ആൻഡ് ഈവൻ ഫോർ കെ സ്പേസ് എ റിയലി ഗുഡ് അലോട്ട്മെന്റ്. ആൻഡ് ഈവൻ ജനറൽ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് റിയലി ഇമ്പോർട്ടന്റ്. ഞങ്ങൾക്ക് ഇപ്പൊ റീസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിലും കൊച്ചി അങ്ങനത്തെ സെന്റേഴ്സിലൊക്കെയുള്ള ഡെവലപ്മെന്റ് ഞങ്ങളുടെ സെക്ടറിന് വളരെ ഇമ്പോർട്ടന്റ്. സോ ഐ തിങ്ക് അതിനുവേണ്ടി ഗുഡ് അലൊക്കേഷൻ ഫോർ ദാറ്റ്. പോർട്സ് ആൻഡ് ലോജിസ്റ്റിക് ഫീൽഡിൽ പൊതുവെ ഓട്ടോമേഷൻ കുറച്ച് പതുക്കെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഫീൽഡിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് ട്രാൻസ്ഫോർമേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും നല്ല രീതിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. ഇപ്പോൾ വുമൺ ഇൻ ടെക്നോളജി ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോൾ നല്ലൊരു
ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത്. കൂടുതൽ പുതിയ ടെക്നോളജികൾക്ക് വേണ്ടി സർക്കാർ പണം ബജറ്റിലൂടെ വിലയിരുത്തുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും, കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തും, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കും. അങ്ങനെ അതിന് വലിയൊരു വളർച്ച ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് സോളമൻ റാഫേലിനൊപ്പം ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്.